എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇച്ചിരി മധുരമാവാന്ന് കരുതി ഞാനിന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഐറ്റം ചോക്ലേറ്റ് ബ്രൗണി. നമുക്കിത് ഉണ്ടാക്കാൻ മൈക്രോവേവ് ഓവൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഇത് പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ചോക്ലേറ്റ് ബ്രൗണിയും വാനില ഐസ്ക്രീമും അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വെൽക്കം ടു ജോർജ് കിച്ചൺ. അപ്പോൾ ഇതിൻ്റെ കണക്ക് ഇങ്ങനെയാണ്: 3 ബോൾ മൈദയ്ക്ക് 2 ബോൾ പൊടിപ്പിച്ച ഷുഗറും 1 ബോൾ കൊക്കോ പൗഡറും. 3, 2, 1. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് നമ്മൾ ഇതിന് ആഡ് ചെയ്യുന്നുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 3 ടേബിൾ സ്പൂൺ ബട്ടർ, 1 ഹാൻഡ്ഫുൾ നട്ട്സ് വേണം, 1 മുട്ട, ഇത് ഓപ്ഷണലാണ്, 4-5 ടേബിൾ സ്പൂൺ ഓയിൽ, 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസ്, ചെറിയൊരു കപ്പിൽ കുറച്ച് പാല്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഒരു വെറ്റ് മിക്സ്ചർ ഉണ്ടാക്കി ആ വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്കാണ് നമ്മൾ ബാക്കിയുള്ള ഡ്രൈ ആയിട്ടുള്ള പൗഡേഴ്സൊക്കെ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഏറ്റവും ആദ്യം നമുക്ക് കഴുകി വൃത്തിയാക്കിയ ഒരു ബൗളിലേക്ക് എഗ്ഗ് ഇട്ട് അതിനകത്തേക്ക് ബട്ടർ ചേർത്ത് 4-5 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ചേർത്ത് കൊടുത്ത് സ്പൂണും കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതും കൂടി കഴിഞ്ഞ് നമുക്കിത് ഒരു മിക്സർ ഗ്രൈൻഡറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് എഗ് ബീറ്റർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മിക്സി യൂസ് ചെയ്താലും മതിയാവും. ഈ ഗ്രൈൻഡ് ചെയ്ത മിക്സിലേക്കാണ് നമ്മളിനി പൗഡേർഡ് ഷുഗർ ചേർക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ റേഷ്യോ 3:1. അതിൽ 2 ഭാഗം ഷുഗർ ഞാൻ ഈ മിക്സിയിലേക്ക് ചേർക്കുവാണ്. ഇനി ഇതിൻ്റെ കൂടെ 1/2 കപ്പ് പാലും കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഈ വെറ്റ് മിക്സിലേക്കാണ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കാൻ പോകുന്നത്. ഇതിനിങ്ങനത്തെ ഒരു ക്രീമി ടെക്സ്ചറാണ് വരേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അതിനുവേണ്ടി നമ്മുടെ ഓൾ പർപ്പസ് ഫ്ലവറിലേക്ക് നമുക്ക് ഉപ്പും ബേക്കിംഗ് പൗഡറും കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡ്രൈ മിക്സ് റെഡിയായി. ഇനി നമ്മളിത് ഒന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്ത് കഴിയുമ്പം ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെയുള്ള ഈ തരികളെല്ലാം നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിങ് ചെയ്യാം. മിക്സിങ്ങിന് വേണ്ടി നമുക്കൊരു ബൗൾ എടുക്കാം. ബൗളിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന വെറ്റ് മിക്സ് ചേർക്കാം. വെറ്റ് മിക്സിലേക്ക് നമുക്ക് കുറച്ചായിട്ട് നമ്മുടെ ഡ്രൈ മിക്സ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യുമ്പം നമ്മൾ ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ നമ്മൾ തിരിച്ചു കൊടുക്കാവുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈ മിക്സ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി പാലും കൂടി ചേർത്ത് നല്ലപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ഈ ഡ്രൈ മിക്സ് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് ഇടയ്ക്ക് ഇച്ചിരി പാലും ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസും കുറച്ചുകൂടി പാലും കൂടി ഒഴിച്ച് നമ്മൾ ഒന്നുകൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മളിതിന് എഗ്ഗ് ചേർക്കുന്നില്ലെങ്കിൽ നമ്മൾ വാനില എസൻസ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. വാനില എസൻസ് യൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ആ എഗ്ഗിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാനായിട്ടാണ്. ഈ ഒരു പാകം എത്തണം. ഒരു ക്രീമി ടെക്സ്ചർ വേണം. ഇനി നമുക്ക് പ്രീ ഹീറ്റിങ്ങിന് വെക്കാം. നമ്മളിത് കുക്കറിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് കുക്കർ പ്രീ ഹീറ്റ് ചെയ്യണം ഒരു 15 മിനിറ്റ്സ്. അതുകൊണ്ട് നമുക്ക് ഗ്യാസ് സ്റ്റൗ കത്തിച്ച് കുക്കർ വെച്ച് അതിലേക്ക് ഇതുപോലെ ചെറിയൊരു പാത്രം അടിയിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് കുക്കർ അടച്ചു വയ്ക്കാം. ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ കുക്കർ പ്രീ ഹീറ്റ് ചെയ്യാൻ ഒരു 15 മിനിറ്റ്സ്. ഇനി നമ്മൾ ബേക്ക് ചെയ്യാൻ എടുക്കുന്ന പാത്രം ഗ്രീസ് ചെയ്യാം. ബട്ടറും ഇച്ചിരി മൈദയും കൂടി സ്പ്രിങ്കിൾ ചെയ്ത് ഗ്രീസ് ചെയ്ത് റെഡിയാക്കി വെക്കാം. അപ്പോൾ ബേക്കിംഗ് ബേസ് റെഡിയായി. ഇനി നമുക്ക് ബ്രൗണി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ് നമ്മൾ ഈ പാത്രം ഒന്ന് തട്ടി അതിൽ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് ഇതൊന്ന് സെറ്റ് ആവണം. ഇനി നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് അങ്ങ് സ്പ്രിങ്കിൾ ചെയ്യാം. നമുക്ക് ബാദാം ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്യാം, പിസ്ത ആഡ് ചെയ്യാം, ഡ്രൈ ഗ്രേപ്സ് ആഡ് ചെയ്യാം. ഇഷ്ടമുള്ള എന്താണോ അതൊന്ന് ബ്രേക്ക് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് കെയർഫുള്ളായിട്ട് കുക്കറിലേക്ക് ഇറക്കി വെക്കാം. പ്രത്യേകം സൂക്ഷിക്കണം, കുക്കർ നല്ല ചൂടായിരിക്കും. നമുക്ക് കുക്കർ അടച്ചു വെച്ച് നമ്മൾ കുക്കറിൻ്റെ വെയിറ്റ് വെക്കേണ്ട ആവശ്യമില്ല. മീഡിയം ലോ ഫ്ലെയിമിൽ കുക്കർ അടച്ചു വെച്ച് 1 മണിക്കൂർ അങ്ങ് വെക്കാം. 1 hour ആകുമ്പോൾ നമുക്ക് ആ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഒരു 15-20 മിനിറ്റ് കൂളിംഗ് വെച്ചിട്ട് നമുക്കങ്ങ് തുറക്കാം. നമ്മുടെ ചോക്ലേറ്റ് ബ്രൗണി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ പാത്രം ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട്
ഈ ബ്രൗണി വേറെ ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് ഓരോ പീസായിട്ട് കട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ബ്രൗണി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീമും കൂടെ ഉണ്ടെങ്കിൽ അടാറ് കോമ്പിനേഷനാണ്. പക്ഷേ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് ഐസ്ക്രീം കിട്ടിയില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. ഈസി റെസിപ്പിയാണ്. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്. ദിസ് ഇസ് ജോർജ് കിച്ചൻ.